dear friends to Amazing World of Science, my YouTube channel. Amazing World of Science എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് എനിക്ക് അവധിയായതുകൊണ്ട് അവധി ദിവസത്തെക്കുറിച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിയിലത്തെ ഡിന്നർ വരെയുള്ള ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാം നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുകയാണ്. രാവിലെ വന്നിട്ട് ഞാൻ ദോശയ്ക്ക് വേണ്ടി കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് സവാളയും കുറച്ച് ചുവന്ന മുളകും കൂടി നന്നായിട്ട്, ചില ദിവസങ്ങളിൽ ഞാൻ കരിവേപ്പിലയും ചേർക്കാറുണ്ട്, നന്നായിട്ട് ചുവക്ക വറുത്തതിന് ശേഷം മിക്സിയിൽ ഞാൻ അരച്ച് വെച്ച തേങ്ങയുടെ കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളം കുറച്ച് കട്ടിയായിട്ടും ചെയ്യാം, ഇല്ല വെള്ളം കൂട്ടിയിട്ട് കുറച്ച് വെള്ള പരുവത്തിൽ, ഇല്ല കുറച്ച് ലൂസായിട്ട് വേണമെങ്കിലും ഈ രണ്ട് തരത്തിലും നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ കുറച്ച് ചില ദിവസങ്ങൾ കട്ടിയായിട്ട് ചെയ്യും ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ, ഇല്ല മോൾക്കാണെങ്കിൽ കുറച്ച് ഈ വെള്ളം പോലെ ലൂസായിട്ടിരിക്കുന്ന ഈ പാകമാണ് ഇഷ്ടം. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ദോശയുടെ കൂടെ ഈ ചമ്മന്തി. അപ്പോൾ മിക്കവാറും രാവിലെ ഞാൻ ഇതാണ് പ്രാതലിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറച്ച് സമയത്തിൽ ചെയ്യാവുന്ന വളരെ രുചികരമായ ഒരു ചട്നിയാണ്. ചില ദിവസങ്ങളിൽ ഞാൻ വെള്ള ചട്നി നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ കുറച്ച് പൊട്ടുകടലയൊക്കെ ഇട്ട് അരച്ചിട്ട് അതും ചെയ്യാറുണ്ട്. അപ്പം ദോശയും ഈ ചട്നിയും, പിന്നെ സമയം കിട്ടുന്നതും അവധി ദിവസങ്ങളിലാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് സാമ്പാറും ഉണ്ടാക്കാറുണ്ട്. സാമ്പാർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നടക്കും. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പം കുറച്ച് ക്യാരറ്റും, പിന്നെ ഞാൻ കയ്യിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും സാമ്പാറിന് ഇടും. പിന്നെ വലിയ ഉള്ളി, വാഴയ്ക്ക, അതുപോലെ ചേമ്പ്, എല്ലാ വെജിറ്റബിൾസും ഉള്ളതൊക്കെ ഞാൻ ക്യാരറ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് സാമ്പാർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിനായിട്ട് 2 സാമ്പാർ പൊടിയുടെ മിക്സാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വന്നിട്ട് ആച്ചിയുടെ സാമ്പാർ മസാലയാണ്, പിന്നെ അത് കൂടാതെ തന്നെ ഇത് ഈസ്റ്റേൺ, രണ്ടും കൂടെ ആകുമ്പോഴേക്കും അതിന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ്. എനിക്ക് ഒന്നിലുള്ള കുറച്ച് ചേരുവകൾ വേറെ ഒന്നിൽ കാണില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാമ്പാർ തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ ഡോക്ടർ ആണോ എന്നുള്ളത്. ഞാൻ വന്നിട്ട് കെമിസ്ട്രിയിൽ PhD എടുത്ത ആളാണ്. കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റാണ്. എൻ്റെ മോളാണ് ഡോക്ടർ, ശരിയായിട്ടുള്ള ഡോക്ടർ. അപ്പോൾ ഞാൻ കെമിസ്ട്രിയൊക്കെ ആയതുകൊണ്ട് പല പരീക്ഷണങ്ങളും അത് വെച്ചിട്ട് അടുക്കളയിലൊക്കെ നടത്തി നോക്കാറുണ്ട്. അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊക്കെ ഞാൻ എണ്ണയിലും ഇട്ട് അതിൽ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, പിന്നെ മുമ്പേ കാണിച്ചതുപോലെ തന്നെ 2 സാമ്പാർ പൊടികളും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം എല്ലാവരും ഈ പല രീതിയിൽ സാമ്പാർ തയ്യാറാക്കുന്ന ഇതുണ്ട്. പക്ഷേ എനിക്ക് പെട്ടെന്ന് തിരക്കിൽ ചെയ്തിട്ട് പോകാനായിട്ടുള്ള എളുപ്പമുള്ളൊരു റെസിപ്പിയാണിത്. പിന്നെ ഞാനൊരു കുറച്ച് പുളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ആവശ്യത്തിന് ഒരാളുടെ പാകത്തിനുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചിട്ട് മലക്കറികളൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ വന്നിട്ട് ഈ തോരപ്പരിപ്പ് വേറെ വേവിച്ച് വെച്ചിട്ടുള്ളത് ഇതിനകത്ത് ചേർക്കുന്നതാണ് പതിവ്. ഇതിൽ പുളിവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. കണ്ടോ, അടിപൊളി സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കൂ, ഉണ്ടാക്കാം. അപ്പോൾ പ്രാതലൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചത്തെ ഊണിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ട്. ഞാൻ കുക്കറിൽ കുറച്ച് ചോറ് വെച്ചു. ഇത് കൂട്ടുകറി ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ചേമ്പും കുറച്ച് ചേനയും ബീൻസ്, ഞാൻ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസാണ് ഇതിനകത്ത് എടുക്കാറുള്ളത്. പിന്നെ തേങ്ങായും ചുവന്ന മുളകും ഒക്കെ നല്ലോണം വറുത്ത് അത് അരച്ചെടുത്തിട്ട് ഇത് കുക്കറിൽ ഇട്ട് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് കഷ്ണത്തിലോട്ട് ഈ അരച്ചെടുത്ത ചേരുവ, തേങ്ങായും ചുവന്ന മുളക്, കുറച്ച് ഞാൻ ഈ കുരുമുളകും ചേർക്കാറുണ്ട് എരിവിനായിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വറുത്ത് അരച്ചെടുത്തതും ഇതിനകത്തോട്ട് ചേർത്ത്, പിന്നെ കുറച്ച് പച്ചരി പൊടി കൂടെ ഞാൻ ചേർക്കും ഒരു കൊഴുപ്പ് കിട്ടാനായിട്ട് കൂട്ടുകറിക്കും. പിന്നെ കടുക് വറക്കാനായിട്ട് ചുവന്ന മുളക്, കരിവേപ്പില, പിന്നെ
അതുപോലെ തന്നെ കടുക്, ഇതെല്ലാം കൂടെ ചേർത്ത് കടുക് വറുത്ത്. ഇത് സാധാരണ വല്ലപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും, മിക്കവാറും ഞാൻ കൂട്ടുണ്ടാക്കുമ്പോഴേക്കും തേങ്ങ വറക്കാതെ അങ്ങനെ തന്നെ പച്ച തേങ്ങായും ഈ ചുവന്ന മുളകും ജീരകവും കൂടെ അരച്ച് ചേർക്കുന്ന പതിവ്. പക്ഷേ ഇങ്ങനെ വറുത്തിട്ട് ഇത് അരച്ച് ചേർക്കുമ്പോഴേക്കും അതിന് പ്രത്യേകമായിട്ട് തന്നെ നല്ല ഒരു രുചിയായിരിക്കും. അപ്പോൾ ഇത് കൂട്ടുകറിയെന്ന് പറയാറുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് എനിക്ക് ഏത് വെജിറ്റബിൾസാണോ ഉള്ളത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഉച്ചത്തേക്ക് ഇതാണ് ഇന്നത്തെ വിഭവം. പിന്നെ വൈകുന്നേരം കുറച്ച് സ്നാക്സിനായിട്ട് ഞാൻ പച്ചരി ഒരു കപ്പ് എടുത്തിട്ട് നല്ലോണം അത് ചുവക്കെ അതിൻ്റെ വാസന വരുന്നവർ, നല്ലൊരു വാസന വരും, നല്ല മണം വരും. അപ്പം അതുവരെ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരുന്നത് വരെ അത് വറുത്തെടുക്കും. അപ്പം വറുത്തെടുത്തതിന് ശേഷം കണ്ടോ ഇത് ചുവന്ന് വന്നിട്ടുണ്ട്. മിക്സിയിൽ വന്ന് അത് നന്നായിട്ട് പൊടിച്ച് ഈ റവയുടെ പരുവത്തിൽ അത് നല്ലോണം പൊടിച്ചിട്ട് വന്നിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ വന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് നന്നായിട്ട് ചുവക്കെ നെയ്യൊക്കെ ഒഴിച്ച് അത് നല്ലോണം വറുത്തിട്ട്, പിന്നെ അതിലോട്ട് ഞാൻ ഈ ശർക്കര വെള്ളത്തിലിട്ടിട്ട്, അത് ഓർഗാനിക് ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പൊടി പോലെ കിട്ടും, നമ്മൾ കട്ടിക്ക് കിട്ടുന്ന വെല്ലമല്ല. അതാകുമ്പോൾ കുറച്ചുകൂടെ രുചി കൂടും. അപ്പോൾ അത് നന്നായിട്ട് ഞാനത് അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അരിച്ച് വെച്ചിട്ടുള്ള ശർക്കര വെള്ളം വന്നിട്ട് ഇതിൽ ഈ റവ പോലെ ഇരിക്കുന്ന ഞാൻ അരി പൊടിച്ച് വെച്ചതിലോട്ട് അത് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഈ കട്ടിയാകുന്നത് വരെ, ഇത് നെയ്യിലാണ് ഞാൻ ഇത് മൂപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശർക്കര വെള്ളത്തിൽ ഇത് ഇങ്ങനെ നന്നായിട്ട് നമ്മൾ ഈ ഉപ്പുമാവിനും കിണ്ടുന്നത് പോലെ ഇളക്കുന്നത് പോലെ നല്ലോണം അത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമുക്ക് തന്നെ അത് ഇങ്ങനെ കട്ടിയായിട്ട് വരുന്നത് കാണാൻ പറ്റും. ഈ ഓർഗാനിക് ശർക്കരയുടെ നല്ല ബ്രൗൺ കളറാണ്. അത് കാണുമ്പോഴേക്കും തന്നെ അത് നല്ലൊരു വാസനയും നല്ല രുചികരമായിട്ടും ഹെൽത്തി ആയിട്ടും വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് ഇങ്ങനെ ഇളക്കി വരുമ്പോഴേക്കും ആ വശങ്ങളിൽ വിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ കുറച്ച് കട്ടിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ പരുവത്തിൽ നമ്മൾ കുറച്ച് നേരം ഇത് തണുക്കാനായിട്ട് വെച്ചിരിക്കണം. അപ്പോൾ തണുത്ത് വരുമ്പോഴേക്കും അത് കാണാനായിട്ട് ഇങ്ങനെ നല്ല നിറത്തിൽ നല്ല രുചിയാണ്. അപ്പോൾ ഇത് മോൾക്കും വളരെ ഇഷ്ടമാണ്. ഇതാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് ചപ്പാത്തി വെച്ചിട്ട് പറോട്ട ചെറിയതായിട്ട്, ഒരുപാട് ഞാൻ ഈ കിഴങ്ങ് വന്നിട്ട് രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കിഴങ്ങ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് ഇത് മാത്രമേ ഫില്ലിങ് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പം പ്രധാനമായിട്ടും മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്നും രാത്രിയിൽ വളരെ ലേറ്റാവും. ഇപ്പോഴും ടൈം ഒരു 9:30 മണിയോട് അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നൊന്നായിട്ട് നമുക്കിത് ചുട്ടെടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആരൊക്കെയാണ് വീട്ടിൽ ഇത് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇത് ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കാരണം ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ചെയ്യുന്നത്, ഷൂട്ട് ചെയ്തുകൊണ്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങളും കൂടി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. വൈകുന്നേരം നടക്കാൻ പോയപ്പോഴേക്കും അടുത്തുള്ള ഒരു പുതിയ ഫ്ലാറ്റിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വന്നു. തൊട്ടപ്പുറത്ത് വാഴയിൽ നിന്നും കോല പറിച്ചുകൊണ്ട് പോകണം. ഇവിടെയൊക്കെ വാഴ കൃഷി ഇതുമൊക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ നല്ല നല്ല വാഴപ്പഴവും വാഴയ്ക്കായൊക്കെ ഇവിടെ കിട്ടുന്നത് നല്ല രുചിയുള്ള ഇതാണ്. പിന്നെ വന്നിട്ട് ഞാൻ അവധിയായതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എനിക്ക് വന്നിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിലും കുറച്ച് പ്രൊവിഷൻസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്തോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴാണ് അവർ ഡെലിവറി കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പിന്നെയും തുറന്ന് അകത്തോട്ട് കയറി ഇതെല്ലാം നോക്കി എടുത്ത് വെച്ചതിന് ശേഷം ഇവിടെ കൂടുതലായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് എനിക്ക് സൗകര്യം. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു.
പിന്നീട് പോയിട്ട് വന്നു. ഇവിടെ തിരിച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ഫൂജി വന്ന് അവന് ഭയങ്കര സന്തോഷമാണ് നമ്മളെയൊക്കെ കാണുമ്പോഴേക്കും. ഉരുണ്ട് അവൻ്റെ മുഖമൊക്കെ കണ്ട് എന്തോ ഒരു സന്തോഷത്തിൽ കണ്ണൊക്കെ അടച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്നൊക്കെ അവൻ നോക്കും. ശ്രദ്ധിക്കാമെന്ന് കണ്ടാൽ പിന്നെ ഇങ്ങനെ ഉരുണ്ടും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഉരുണ്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഏഞ്ചലുണ്ട്. ഇപ്പം ഏഞ്ചലാണ് ടൈനിയുടെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ടൈനിക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല കുട്ടികളുടെ കൂടെ. അപ്പോൾ ഏഞ്ചൽ മുത്തശ്ശിയാണ്, അറിയാമല്ലോ ഈ പിള്ളേരുടെ പൂച്ച കുഞ്ഞുങ്ങളെ നാക്കി തുടച്ച്. വലിയ കുട്ടികളാണ് ഇപ്പോഴും ഒരു ഏഞ്ചലിൻ്റെ അടുത്ത് നിന്ന് പാലൊക്കെ കുടിച്ച് സുഖമായിട്ട് ഏഞ്ചൽ വാലൊക്കെ ആട്ടി ഇവരെയൊക്കെ കളിപ്പിക്കും. അപ്പോൾ അതൊക്കെ ഒരു കാണാൻ തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അത് നിങ്ങളെല്ലാവരും മുഴുവനും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ